നമസ്കാരം, പാലക്കാടാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4:05 തൂത്തുക്കുടിയിലേക്ക് പുറപ്പെടുന്ന പാലരുവി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ ഒരു പാലക്കാട് ജംഗ്ഷൻ വരുന്നത് ഒലവക്കോടിലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഇവിടെയാണ്, നേരെ കാണുന്ന അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടെ തന്നെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. ഇത് മെയിൻ റോഡാണേ. നമ്മൾ ഇപ്പം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ നല്ല മഴ പെയ്യും. ഇപ്പോൾ സമയം കറക്റ്റ് 2 മണിയായി. റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് മെയിൻ ഒരു ഗേറ്റ് വരുന്നത്. ഇനി ഇവിടെ കാണുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഒരു ചിത്രമാണ്. ഇപ്പോൾ നേരെ അകത്തോട്ട് കയറാം. നമ്മുടെ വണ്ടി മിക്കവാറും 3 or 4 നമ്പർ പ്ലാറ്റ്ഫോമിനായിരിക്കാം, നോക്കാം. പ്ലാറ്റ്ഫോം നമ്പർ 5 നമ്മുടെ ട്രെയിൻ ഉള്ളത്. ഇതാണ് ലോക്കോമോട്ടീവ് WP4 അറക്കോണം ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ കീഴിലുള്ള ലോക്കോമോട്ടീവാണിത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ആകെ 5 സ്ലീപ്പർ ക്ലാസ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും അൺറിസർവ്ഡ് ആണ്. പിന്നെ ഇതിലൊരൊറ്റ 3rd AC സെക്കൻഡ് AC അങ്ങനത്തെ ഒരു കോച്ച് പോലും ഇല്ല. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ഈ ഒരു കോച്ച് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നേരെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇപ്പോൾ സ്റ്റേഷൻ്റെ ഏറ്റവും അറ്റത്ത് വന്നിരിക്കുകയാണ്. പാലക്കാട് ജംഗ്ഷനിൽ ടോട്ടൽ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇതാ നമ്മുടെ ട്രെയിൻ. ഈ ഒരു ട്രെയിനിൻ്റെ ഒരു ചെറിയൊരു നെയിം ബോർഡ് ഉണ്ട് ഇവിടെ. അതിൽ ആദ്യം തന്നെ തമിഴാണ് ഉള്ളത്, പിന്നെ ഇംഗ്ലീഷാണ്, പിന്നെ മലയാളം, പിന്നെ ഹിന്ദി. ഇവിടെ തന്നെ ആയിട്ട് പാലരുവി ആ ഒരു വാട്ടർഫാളിൻ്റെ ഒരു ചിത്രമുണ്ട്. പിന്നെ നമ്മുടെ ഒരു 13 കണറ പാലത്തിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ട്. ഇവിടെ ഉള്ളത് തൂത്തുക്കുടിയിലത്തെ പോർട്ടിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ കൊല്ലം ചെങ്കോട്ടയിലത്തെ ഏതൊരു റൂട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. ട്രെയിൻ നമ്പർ വരുന്നത് 167-92. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 167-91. നല്ല അടിപൊളി ബോർഡ് തന്നെയാണ്. പിന്നെ ഇവിടത്തേക്ക് ഇതാ തിരുവനന്തപുരം സിക്കന്ദരാബാദ് ശബരി വരുന്നുണ്ട്. ഇത് ലേഡീസ് കോച്ചാണ്. ഇവിടെയും പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കോച്ച് ഉണ്ട് കേട്ടോ. ശബരി എക്സ്പ്രസ്. ശരിക്കും പറഞ്ഞാൽ ഈ അൺറിസർവ്ഡിൻ്റെ നടുക്കാണ് സ്ലീപ്പർ കോച്ചുകളൊക്കെ വരുന്നത്. എവിടെയും അൺറിസർവ്ഡ് കോച്ചാണ് ശബരി. നിങ്ങൾ നിരന്തരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യൂ നിന്നിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി മുതൽ യൂസ് ചെയ്യാം. UTS ആപ്പ്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടും അതിനേക്കാൾ നല്ല രീതിയിൽ ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ വാലറ്റിൽ എങ്ങനെ റീചാർജ് ചെയ്യാം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സൗത്തേൺ റെയിൽവേൻ്റെ ഇവിടെ ഈ ഒരു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് വഴി ആയിട്ട് തന്നെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു UTS ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട, ടിക്കറ്റ് ഓൺലൈൻ വഴി തന്നെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. ഞങ്ങൾ തൂത്തുക്കുടി വരെ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്. സ്ലീപ്പർ ക്ലാസ്സിൽ S5. ഒരു പഴഞ്ചൻ കോച്ചാണ്. 2006 നിർമ്മിച്ച കോച്ചാണിത്. ഇപ്പോൾ ക്ലീനിങ് ആണ്, അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. എന്താ അല്ലേ. ബാക്കി S4, S3, S2, S1 ഒക്കെ പിന്നെയും കുഴപ്പമില്ലാത്ത കോച്ചുകളാണ്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തികേടായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം. നല്ല ഇരുട്ടാണ്. നമ്മുടെ ബെർത്ത് ഇവിടെ ഒന്നുമല്ല, അങ്ങറ്റത്താണ്. 27:30. ഇവിടെയാണോ? ഇവിടെ തന്നെ 27:30 ഇവിടെ. നല്ല രീതിയിൽ തന്നെ വൃത്തിയൊക്കെ ആക്കി കേട്ടോ. നല്ല കോച്ചാണ്. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ. പിന്നെ ഈ 2 അപ്പർ ബർത്താണ് ഞങ്ങളുടെ ഇത്. കുഴപ്പമില്ലാത്ത നല്ല വിൻഡോയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ ഇപ്പോഴൊന്നും കറണ്ടും കാര്യങ്ങളൊന്നും വരില്ല. സൈഡ് ലോവറിൻ്റെ അവിടെ ആയാലും ഒരു ചാർജിങ് സോക്കറ്റ് അവിടെ ഉള്ളത്, മോൾ ഭാഗത്തില്ല. ഞങ്ങൾ ഈ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരാഴ്ച മുന്നെയാണ്. ഏകദേശം ഒരു 10-40 ബെർത്ത് അവൈലബിൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തു. പാലക്കാട് നിന്ന് തൂത്തുക്കുടി വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ടിക്കറ്റ് ചാർജ് 320 രൂപയാണ്. അതുപോലെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന പാലരുവി എക്സ്പ്രസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ട്രെയിൻ ഇപ്പോൾ ഒരു അടുത്ത കാലത്തേക്കാണ് തൂത്തുക്കുടിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്. അതുവരെ ഈ വണ്ടി ഓടിയത് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് തിരുനെൽവേലി വരെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ സമയത്ത് എന്താ പറയുക, ഈ ട്രെയിനിൽ തിരുനെൽവേലി വരെ യാത്രയുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം
ഒരു നവംബർ മാസത്തിലാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് തൂത്തുക്കുടിയിലേക്ക് നീട്ടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നീട്ടിയത്, അതായത് ആദ്യത്തെ ആ ഒരു ഓട്ടം ഓടിയത് ഈ പറഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15-നാണ്. ഇവിടുന്ന് നമ്മുടെ തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപിയാണ് അതിൻ്റെ എന്താ പറയുക പരിപാടികൾക്ക് നിർവഹിച്ചത്. അപ്പോൾ അന്നേ ദിനം മുതൽ ഈ വണ്ടി പാലക്കാട് നിന്ന് തൂത്തുക്കുടി വരെ ഓടാൻ തുടങ്ങി. അതിന് മുന്നേ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിന് 3 സ്ലീപ്പർ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 ആക്കി. അതുപോലെ തന്നെ അൺറിസർവ്ഡിൻ്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16792 പാലക്കാട് ജംഗ്ഷനിൽ നിന്നും കോട്ടയം വഴി തൂത്തുക്കുടി വരെ പോകുന്ന പാലക്കാട് ജംഗ്ഷൻ തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷൻ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. For the kind attention of passengers, train number 16792 Palakkad Junction Thoothukudi Palaruvi Express is on Palakkad Junction, platform number 5. കറക്റ്റ് 4:05 തന്നെ പാലരുവി എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 4ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. പാലക്കാടിനും തൂത്തുക്കുടിക്കും ഇടയിൽ ഈ ട്രെയിനിൽ 39 സ്റ്റോപ്പുകളാണുള്ളത്. പാലക്കാട് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പൊള്ളാച്ചി പഴനിയിലേക്കൊരു റൂട്ട് പോകുന്നുണ്ട്. ഇവിടെ പാലക്കാട് ടൗൺ, അത് കാരണമാണ് ഇത് ജംഗ്ഷൻ വന്നത്. 3 ലൈൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഒറ്റപ്പാലം റൂട്ട്, ഈ കാണുന്ന പൊള്ളാച്ചി റൂട്ട്. പാലക്കാട് MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ഈ ഒരു വഴിയാണ് കടന്നു പോകുന്നത്. അടുത്ത സ്റ്റോപ്പുള്ളത് ഒറ്റപ്പാലം. 1ാം നമ്പർ ബെർത്തുള്ള ഇതിൻ്റെ അടിയിൽ ഒരു എലിപ്പെട്ടി ഇതാ. എലിശയിലേക്ക് ധാരാളമായിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ അകത്തിപ്പം വേറെ പുള്ളിക്കാരൊന്നും ഇല്ല, എലിയൊന്നും ഇല്ല. ട്രെയിൻ അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഒറ്റപ്പാലം എത്താനായി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന പാലരുവി എക്സ്പ്രസ് ആദ്യമായി ഓടിത്തുടങ്ങിയ വർഷം 2017 ഏപ്രിൽ 19-നാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ പേര് പാലരുവി എന്നാണല്ലോ. ആ പാലരുവി എന്ന് പറഞ്ഞ പേര് കിട്ടാനുള്ള കാര്യം പറയുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് പാലരുവി. നമ്മുടെ ട്രെയിൻ പോകുന്നത് കൊട്ടാരക്കര, പുനലൂർ, ആര്യങ്കാവ് വഴി പോകുന്നതുകൊണ്ടാണ് എന്താ പറയുക ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് നമ്മുടെ ഈ പറഞ്ഞ ട്രെയിൻ നൽകിയത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂർ. കാരണം നമ്മളെ വണ്ടി ഷൊർണൂരൊന്നും കയറുന്നില്ലല്ലോ. പാലക്കാടൻ ബ്യൂട്ടി. നല്ല പച്ചപ്പ്. ഇതങ്ങ് ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഭാരതപ്പുഴേൻ്റെ സമീപ പ്രദേശത്തെത്തും. എത്താനായി ഏകദേശം. ഈ കാണുന്ന ലൈനില്ലേ, അത് നേരെ ഷൊർണൂറിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ നേരെ വടക്കാഞ്ചേരി. മഴ പെയ്തു തുടങ്ങി.
5:08 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. എൻ്റെ അമ്മ എന്തൊരു തിരക്കാൻ നോക്കിയേ. അൺറിസർവ്ഡ് നിറഞ്ഞു കവിയും. സമയം 5:50 അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ഫോർ കാലടി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കന്നെ ലെവൽ ക്രോസിംഗ് ഉണ്ട്. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. എറണാകുളം പട്ന ബൈ വീക്ക്ലി എക്സ്പ്രസ്. നദിയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണിപ്പോൾ. സമയം ഇപ്പോൾ 6:02. ആലുവ. ആലുവയ്ക്ക് എന്താ തിരക്ക് നോക്കി. ഇവിടെ ഏതോ ഒരു ട്രെയിൻ വരാനുണ്ട്. ആറ് 25 എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 6:35 എത്തി 6:40 എടുക്കേണ്ട വണ്ടിയാണ്. നേരത്തെ എത്തി. ചെറിയൊരു കറവുണ്ട് ഈ ഒരു സ്റ്റേഷന്. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. അയ്യോ, ലോക്കോ മാത്രമേ ഉള്ളൂ കേട്ടോ.
തൃശ്ശൂരിലേക്ക് ഈ ട്രെയിൻ എത്തുമ്പോൾ അവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു എറണാകുളം ഭാഗം വരെയാണ് നല്ല തിരക്കുള്ളത്. ശരിക്കും ഇതിൻ്റെ തിരക്ക് ഭീകരമായിട്ടുള്ള അവസ്ഥ കാണണമെങ്കിൽ രാവിലെ ഇങ്ങോട്ട് വരുന്ന വണ്ടീൻ്റെയാണ് കാണേണ്ടത്. അതായത് രാവിലെ നമ്മളെ കോട്ടയത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കില്ല വേണാടിന് മുന്നേയുള്ള വണ്ടിയാണല്ലോ പാലരുവി. നല്ല തിരക്കാണ്. ജനറലൊന്നും കാലുകുത്താൻ ഇടവില്ലാത്തൊരു വണ്ടിയാണ് പാലരുവി. രാവിലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്, അതായത് തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാടേക്ക് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരണം. എറണാകുളത്ത് ഇപ്പോൾ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ജോലി ആൾക്കാർ കോട്ടയം ഭാഗത്തേക്കും കുറച്ചുണ്ടാവും തിരക്ക്. ഏതായാലും സമയം 6:55. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷനും വരുന്നത്. ഇവിടെ കിടക്കുന്ന വണ്ടി തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ മെയിൽ. ഇവിടെയൊക്കെ 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. സമയം 7:11. മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിനൊരു ഭാഗം ഇതാണ്. സമയം 7:24. പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ലേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അടുത്തത് വൈക്കം റോഡ്. സമയം 7:30. വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. സമയം 7:43. കുറുപ്പന്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തി. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. വണ്ടി എടുത്തു. അടുത്ത സ്റ്റോപ്പ് ഏറ്റുമാനൂർ, അത് കഴിഞ്ഞ് കോട്ടയം. ഞങ്ങൾ അന്ന് പാലരുവി എക്സ്പ്രസ്സിന് വന്ന സമയത്ത് ഇവിടെ വെച്ചാണ് നമ്മുടെ വണ്ടീനെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത്. ഇന്ന് ഇവിടെ വെച്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇല്ല. ഇനി അടുത്ത ഏതെങ്കിലും സ്റ്റേഷനിലായിരിക്കും. എന്തായാലും ഓവർടേക്ക് ചെയ്യും. വന്ദേ ഭാരത് എവിടെത്തിയാണ്? കുറുപ്പന്തറ എത്താൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ കുറുപ്പന്തറയിൽ നിന്ന് ഏറ്റുമാനൂർക്ക് വെറും 8 കിലോമീറ്റർ കാണുന്നുള്ളൂ. 8 കിലോമീറ്റർ പിറകിലുണ്ട് വന്ദേ ഭാരത്. എന്താണെന്നറിയില്ല, ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നോക്കാം നമുക്ക്. ഇവിടെ നിന്നൊക്കെ ഓവർടേക്ക് ചെയ്യുമോ? ഇവിടെ ഒരു DJ പരിപാടിക്കുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അടിപൊളിയല്ലേ? ഇവിടുന്ന് പിന്നെ ഓവർടേക്ക് ചെയ്ത് പോയില്ലെങ്കിൽ മിക്കവാറും കോട്ടയം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഉണ്ടാവുള്ളൂ. നോക്കാം നമുക്ക്. 10 മിനിറ്റിന് മുകളിലായി. ഇവിടെ ഏറ്റുമാനൂരിൽ നമ്മുടെ പാലരുവി എക്സ്പ്രസ് പോസ്റ്റായി കിടക്കുകയാണ്. വന്ദേ ഭാരത് ഇപ്പോൾ വരും. ഇവിടെ എത്താനതിന് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പം നമ്മുടെ വണ്ടീന് ഇപ്പം വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണാം. അങ്ങനെ വന്ദേ ഭാരത് വരാൻ വേണ്ടി എത്ര സമയമാണ് നമ്മുടെ വണ്ടി ഇവിടെ പിടിച്ചു വെച്ചത്. അങ്ങനെ കടന്നു വരുന്നുണ്ട് വന്ദേ ഭാരത്. ഈ ഒരു ട്രാക്ക് വഴി തന്നെ. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. കൊച്ചുവേളി SMBT ബംഗളൂരു AC സ്പെഷ്യൽ. ഈ ട്രെയിനിൻ്റെ വലിയൊരു തട്ടിപ്പുണ്ട്. അത് കോട്ടയത്ത് എത്തിയിട്ട് പറഞ്ഞുതരാം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം. ഇനി രാത്രിയിലേക്കുള്ള ഭക്ഷണം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. കോട്ടയത്ത് നിന്ന് ഞങ്ങൾ ഈ ഒരു ഭക്ഷണം വാങ്ങിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ചപ്പാത്തിയും വെജ് കുറുമയാണ്. ഇതിന് ഒരെണ്ണത്തിന് 70 രൂപയാണ്. അതായത് 4 ചപ്പാത്തിയാണ് ഒരു സെറ്റിലുള്ളത്. 2 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഇനിയിപ്പോൾ ഇതാണ് കഴിക്കുന്നത്. സമയം 9:14. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, ചെറിയനാട് എന്നീ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്.
ഈ വണ്ടി എടുത്തു. അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കായംകുളം. സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 9:26. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം എറണാകുളത്ത് നിന്ന് 2 റൂട്ടുണ്ട് ഈ ഒരു കായംകുളം ഭാഗത്തേക്ക്. ഒന്ന് കോട്ടയം വഴിയും മറ്റൊന്ന് ആലപ്പുഴ വഴിയും. മറ്റൊന്നിന് ഇപ്പോൾ നേരെ കൊല്ലത്തേക്കും. അങ്ങനെ 3 ലൈനായി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇനിയിപ്പോൾ ഈ ട്രെയിന് കൊല്ലത്തേക്കുള്ള മുഴുവൻ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട് ഇതിന്. സമയം 10:17. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് സമയം നിർത്തും. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് പ്ലാറ്റ്ഫോമിലേക്കൊക്കെയാണ് പോകേണ്ടത്. കാരണം സെങ്കോട്ടയിലേക്ക് പോകുന്ന വണ്ടിയാണല്ലോ. ഇവിടെ ഇപ്പോൾ അവർ മെമോ ഉണ്ടായതുകൊണ്ടായിരിക്കാം കുന്നിലേക്ക് തന്നെ വന്നത്. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ കടന്നു പോകുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? യശ്വന്ത്പൂരിൽ നിന്ന് SMVT ബംഗളൂരിലേക്ക് പോകുന്ന AC സ്പെഷ്യൽ ട്രെയിൻ. അതായത് അത് ഈ ഓണ സമയത്ത് മാത്രം വന്ന ഒരു പ്രത്യേക ഒരു വണ്ടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ഗരീബ് രഥ് ആ വണ്ടി ഇപ്പം നിലവിൽ ഓടുന്നില്ല. അത് ക്യാൻസലാണ്. അത് ഈ ഓണ സമയത്ത് തന്നെ റെയിൽവേ അത് ക്യാൻസലാക്കി എന്ത് ചെയ്യുക? കാരണം സാധാരണ ചെറിയ പൈസയിലുള്ളൂ അതിന് നമുക്ക് AC യാത്ര ചെയ്യാൻ വേണ്ടി. അത് ക്യാൻസൽ ചെയ്തിട്ട് റെയിൽവേ ഇപ്പം വേറൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പെഷ്യൽ ഫെയർ സാധാരണ ഗരീബ് രഥിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ടിക്കറ്റ് നിരക്ക് കൊടുക്കണം. നമുക്ക് സാധാരണ AC പോകുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നിരക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു പറഞ്ഞ സ്പെഷ്യൽ ഫെയർ പോകാൻ. അപ്പം എന്തായാലും 850 രൂപ എങ്ങാണ്ടുള്ള ഒരു ടിക്കറ്റിന് 1300 ചില്ലറ കൊടുക്കണം. 845 രൂപയാണ് ഗരീബ് രഥത്തിന് വരുന്നത്. അതായത് കൊച്ചുവേളിയിൽ നിന്ന് യശ്വന്തൂർ വരെ. പക്ഷേ ഈ വണ്ടിക്ക് കൊച്ചുവേളിയിൽ നിന്ന് ബാംഗ്ലൂർ SMVT വരെ 1370 രൂപ വരുന്നത്. അടിപൊളി. 500 രൂപ എങ്ങാണ്ട് അധികം. സാധാരണ ഞാനൊരു കാര്യം പറയാം, എനിക്ക് വരും ഇപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന നമുക്ക് യശ്വന്തൂർ നമ്മുടെ ഗരീബ് രഥത്തിന്റെ പച്ചക്കളർ ലിവറി കണ്ടാൽ മനസ്സിലാവും. പക്ഷെ സാധാരണക്കാർക്ക് ഇത് സ്പെഷ്യൽ വണ്ടിയാണോ അത് ഗരീബ് രഥത്തിന്റെ ലിവറി ആണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഗരീബ് രഥ് എക്സ്പ്രസിൻ്റെ കാര്യം ഇവിടെ തന്നെ പറയണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ വലിയ രീതിയിൽ തന്നെ ഒരു കൊല്ലം ജംഗ്ഷൻ്റെ ഒരു നെയിം ബോർഡൊക്കെ. ഈ കൊല്ലം ജില്ലയിൽ മാത്രം ഈ ട്രെയിനിൽ 13 സ്റ്റോപ്പുകളുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ലോക്കോമോട്ടീവ് വരുന്നതും കാത്ത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ നമ്പർ 163 കൊച്ചുവേളിയിൽ നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വഴി നിലമ്പൂർ റോഡ് വരെ പോകുന്ന രാജറാണി എക്സ്പ്രസ്. ഈ നടന്നു പോകുന്നവരില്ലേ, അവരാണ് ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റുമാർ. ഇവിടത്തേക്ക് ലോക്കോമോട്ടീവ് അങ്ങനെ വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായത് അറക്കോണം ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ WP4 ആണ്. ഇപ്പോൾ ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ ആയി WP4. ഇതാണ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ലോക്കോമോട്ടീവ് കപ്പിളായി. ഇതാണിനിപ്പം തൂത്തുക്കുടി വരെയുള്ള ലോക്കോമോട്ടീവ്. ഇനി നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത് കൊട്ടാരക്കര പുനലൂർ സെങ്കോട്ട വഴിയാണ് പോകുന്നത്. പുനലൂർ വെച്ചിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ പുറകിൽ ഒരു ബാങ്ക് ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്യും. കാരണം നമ്മൾ പോകുന്നത് ഗാർഡ് സെക്ഷൻ വഴിയാണല്ലോ. അത് സെങ്കോട്ട വെച്ച് അത് റിമൂവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു 4:45 ആകുമ്പോൾ എവിടെ എത്തും? തിരുനെൽവേലി എത്തും. തിരുനെൽവേലി എത്തുമ്പം നമുക്ക് അറിയാൻ പറ്റുമോ പറയാൻ പറ്റില്ല. അവർക്ക് എണീക്കണം. ഇന്നത്തെ ഒരു കാഴ്ച അവസാനിപ്പിക്കാം. നാളെ രാവിലെ എപ്പോഴാണോ അറിയുന്നത്? ഏകദേശം ഒരു 6 മണിക്ക് മുന്നേ എന്തായാലും അറിയും. അതെ. അപ്പം ഇന്ന് രാത്രി കിടന്നുറങ്ങാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6 മണിയായി. തൂത്തുക്കുടി മേലൂർ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ തൂത്തുക്കുടി വരുന്നത്. ഇവിടെ തൊട്ടടുത്താണ്. ഇവിടെ 5:50 എത്തിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 6:15 മാത്രമേ വണ്ടി എടുക്കുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, എത്ര നേരത്തെ വന്നാലും നമ്മളെ ട്രെയിൻ പുറപ്പെടേണ്ട സമയത്ത് മാത്രമേ ഇവിടുന്ന് വണ്ടി പുറപ്പെടുള്ളൂ. 2 കിലോമീറ്റർ പോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പോകത്തൊന്നുമില്ല. കാരണം 6:15 മാത്രമേ നമ്മളെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു തൂത്തുക്കുടിയിലത്തെ ഒരു മെയിൻ ബസ് സ്റ്റാൻഡ് ഉള്ളത്, അതായത് ആ പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത് ഇവിടെ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ നമുക്ക് നോക്കിയാൽ തന്നെ ആ ഒരു ബസ് സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൂടെ നല്ലൊരു റോഡും ഉണ്ട്. സ്റ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ നമ്മുടെ വണ്ടി വന്ന് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഒരാളില്ല കേട്ടോ. എല്ലാവരും തിരുനെൽവേലി ആ ഒരു സൈഡിൽ തന്നെ കൂടുതലും ഇറങ്ങി. വണ്ടി ടോട്ടലി കാലിയാണ്. കാരണം
അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അടുത്തൊരു ഭാഗത്തില്ല എല്ലാരും തിരുനെൽവേലി രാവിലെ തന്നെ 4 അത് നേരത്തെ എത്തിയിട്ടാ. തിരുനെൽവേലി 4 മണിക്ക് എത്തി. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഉറക്കറിഞ്ഞ സമയത്ത് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇരുട്ടാണല്ലോ. ശരിക്കും നമ്മുടെ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ മെയിനായിട്ട് വേണ്ടത് ഇവിടെയായിരുന്നു. ഇവിടെയാണ് കുറച്ചും കൂടെ ഒരു ആളനൊക്കെ ഉള്ളത്. അവിടെ അത്ര ഇല്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലൂടെ ഒരു ബസ് വരുന്നുണ്ട്. ഇതല്ല, ഇതിൻ്റെ പുറകിൽ അത് അവിടെ നിന്ന് കേട്ടോ. വേറൊന്നും കൂടെ വരുന്നുണ്ട്. അല്ല വരുന്നുണ്ട്. 2 വരുന്നുണ്ട്. മഴയൊന്നുമില്ല കേട്ടോ, നല്ല കാലാവസ്ഥ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രസമില്ലേ ഈ ഒരു ട്രെയിനിൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറിയിട്ട് ആളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആരും തന്നെ ഇല്ല. ഞങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്കായാലും ഇറങ്ങാനൊക്കെ അടിപൊളിയാണല്ലോ. ഈ നമ്മുടെ ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിൻ്റെ S5 തൊട്ടപ്പുറത്തേക്ക് കണ്ട ജനറലാണ്. അവിടുന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ പോകാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു ഇത് വെച്ച് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഏകദേശം വണ്ടി എടുക്കാനായിട്ടോ 6:15 ഇതാ ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇതാണ് ആ ഒരു ബസ് സ്റ്റേഷൻ. എല്ലാവരും രാവിലെ നടക്കാൻ ഇറങ്ങിയിരിക്കുക. പാലക്കാട് നിന്നും 536 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6:32. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. അതുപോലെ ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ പേൾ സിറ്റി എക്സ്പ്രസ് ആവാനാണ് ചാൻസ്. ഇവിടെ 5:40 ആകുമ്പോൾ എത്തുന്ന വണ്ടിയാണ്. അത് തന്നെ പേൾ സിറ്റി. ഞങ്ങളിതിനെ വന്നിട്ടുണ്ട് ചിന്നൈക്കുമാർന്ന് ഇവിടം വരെ. നല്ലൊരു സർവീസായത്. മുത്തുനഗർ എക്സ്പ്രസ്. നമുക്ക് ആ ഒരു ഭാഗം വരെ പോകാം കേട്ടോ. ആ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണെങ്കിൽ. ഇതിപ്പോൾ ഇവിടം വരെ ഉള്ളൂ. ഇതാ ഇവിടെ സ്റ്റേഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ലൈനൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ വന്ന ലോക്കോമോട്ടീവൊക്കെ അവിടെ ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പോഴും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഇവിടുന്ന് തിരിച്ച് രാത്രി 10 മണിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ 12 മണി എത്തും. അതുപോലെ തന്നെ ഇവിടെ 3-ൽ കിടക്കുന്ന വണ്ടി രാവിലെ 8:25 വരുന്ന വണ്ടി 5 മണി വെച്ച് പാസഞ്ചറാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൈസൂരിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് വരുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് പോകാം. ഈ ട്രെയിൻ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ തൂത്തുക്കുടിയിലേക്ക് ടോട്ടലി വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാണ്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം. വെൽക്കം ടു പേൾ സിറ്റി. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇതാണ്. തൂത്തുക്കുടി തൂത്തിക്കോറിൻ
വലിയ ക്രൗഡൊന്നും ഇല്ല കേട്ടോ, കാരണം ട്രെയിനിൽ തന്നെ അധികം ആൾക്കാരൊന്നും വന്നില്ല. പിന്നെ ഇതാണ് നേരെ ആ ഒരു ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോയത് ഇതുവഴിയാണ്. ഇവിടുന്ന് ഓട്ടോ ആക്കിയിട്ടാണ് പോയത്, കാരണം ഞങ്ങൾ അന്ന് ആദ്യമായിട്ടാണ് നല്ല തൂത്തുക്കുടി വരുന്നത്, പേഴ്സിറ്റിക്ക് വന്നതാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാലരുവി എക്സ്പ്രസ് കവർ ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ വരുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല അടിപൊളി ട്രെയിനാണ്. കുഴപ്പമില്ല, നമ്മൾ സീറ്റ് കിട്ടിയോണ്ടായിരിക്കും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉറപ്പും കുഴപ്പമൊന്നുമില്ലായിരുന്നു. 11 മണി കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.